ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇതാണ് ഇന്നലെ നമ്മൾ രാത്രി ഡിന്നർ അടിച്ച സ്ഥലം. രാവിലെ വന്ന് നോക്കിയപ്പം എന്ത് രസമാണ് ഇവിടെ കാണാൻ, ഒരു രക്ഷയുമില്ല. എന്തായാലും നല്ല പൊളിച്ച അടുക്കിയ സ്ഥലം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിയായി. ആനക്കുളത്തേക്കുള്ള ജീപ്പ് സഫാരിക്ക് പോവാണ്. ആനക്കുളത്തിൻ്റെ കുറച്ച് കിടിലൻ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കണ്ടുവരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് ഇന്നലെ നമ്മൾ ആനക്കുളത്ത് സ്റ്റേ ചെയ്ത്. ആനക്കുളം ഫോറസ്റ്റ് ഇൻ എന്ന് പറഞ്ഞ ഒരു കിടിലം ബഡ്ജറ്റ് ഹോം സ്റ്റേ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇവിടെ നിന്ന് നേരെ ഇനി ആനക്കുളം ജീപ്പ് സഫാരി. ലെറ്റ്സ് ഗോ. നമുക്ക് ഇതേപോലെ ജീപ്പ് റെഡി ആയിട്ടുണ്ട്. ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. അപ്പോൾ അങ്ങനെ ഏട്ടാ പോവല്ലേ? ഒന്ന് ഉഷാറായിട്ട് പറ. നമ്മളിതിപ്പോൾ ട്രെക്കിങ്ങിന് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് നിർത്തുകയാണ്. ഇതിവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു. ഇതിൻ്റെ മുകളിൽ നല്ല കിടിലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ സ്ഥലത്തുണ്ടല്ലോ, എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. ഫുള്ള് വെള്ളച്ചാട്ടവും നല്ല അടിപൊളി കാഴ്ചകളും ഒക്കെ ആയിട്ട്. ഒരു ഇൻസ്റ്റാ 360 ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. അപ്പം ജീപ്പ് പൊക്കോണ്ടിരിക്കുന്നു. പോകുന്ന വഴി ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡിങ് ആണ്. നിറച്ച് ഉരുളൻ കല്ലുകളാണ് നമ്മൾ പോകുന്ന വഴി മൊത്തം. പക്ക ഓഫ് റോഡിങ്. സംഭവം പാളി. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നതാണ്. ഓഫ് റോഡ് കയറിയപ്പം അത് മൊത്തം കമന്ന് വണ്ടിക്കകത്ത് വന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇനി വണ്ടി ഒന്ന് കഴുകാൻ പോവാണ്. നമ്മളങ്ങനെ ഓഫ് റോഡ് കയറി മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അരുവി. നമ്മളിവിടെ നിർത്തി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ അരുവി, അതായത് ഈ വെള്ളമൊഴുക്കിൻ്റെ സൈഡിലിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറല്ലേ. പിന്നെ ഇവിടെ നിർത്താൻ വേറൊരു കാരണവും കൂടെ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ മുകളിലോട്ട് ആദിവാസി കുടികളാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ നമുക്കിവിടെ മുകളിലോട്ട് പെർമിഷൻ ഇല്ലാത്തതാണ് നമ്മൾ കയറുന്നില്ല. നിങ്ങൾ വരുന്ന ഒരാൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ആനക്കുളത്ത് വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്കുള്ള ഒരു ഓഫ് റോഡിങ് ആണ്. സാധാരണ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. ഈ ഒഴുകി വരുന്ന വെള്ളം നല്ല പ്യുവർ വെള്ളമാണെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. കാരണം മുകളിൽ ഇത് വേസ്റ്റ് ആകാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം പ്യുവറായിട്ടുള്ള വെള്ളമാണ് വരുന്നത്. സൂപ്പറാ. ഇപ്പോൾ ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഒരു പൊളി വാട്ടർഫോൾ, ഒരു രക്ഷയില്ലത്. 2 തട്ടായിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ നടന്ന് കയറി ഇനി വന്ന് ആക്ച്വലി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത നല്ല പൊളി വെള്ളച്ചാട്ടം. ഇത് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതുണ്ടോ കേട്ടോ. ശരിക്കും ഇവിടെ ഒന്നും ആരും ഇല്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനില്ല, പൊളി സ്ഥലം. നിങ്ങളിതൊന്ന് കണ്ടു നോക്കി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് പെരുമ്പൻകുത്ത വെള്ളച്ചാട്ടം എന്നാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല, അതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നത്. അപ്പം നല്ല കിടിലം വെള്ളച്ചാട്ടം. കാണാൻ താല്പര്യമുള്ളവരൊക്കെ കണ്ണും പൂട്ടി ഇങ്ങോട്ട് പോരെ, നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇച്ചിരി റിസ്ക് ആണ്. അപ്പം നോക്കിയും കണ്ടുമൊക്കെ വരിക. അതുപോലെ ആനക്കുളത്തോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ബോർഡ് കാണിക്കുന്ന ആ ഒരു വഴിയിലൂടെ വലത്ത് തിരിഞ്ഞു പോയാലേ ആനക്കുളത്ത് എത്തത്തുള്ളൂ. ഇതുവഴി നേരെ പോരുത്, വഴി തെറ്റിപ്പോവും. കാരണം ഈ വഴി വന്ന് വലത്ത് തിരിഞ്ഞ് അങ്ങോട്ട് പോവുക. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഈ വഴിയാണ് നേരെ, അതുകൊണ്ട് ആ വഴി പോകരുത്. ഇവിടുന്ന് നേരെ വന്ന് വലത്ത് തിരിയുമ്പോൾ നമ്മൾ കറക്റ്റ് ആനക്കുളത്തെത്തും. ഓക്കെ, നമ്മളവിടുന്ന് നടന്നിങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു തൂക്കുപാലം, നല്ല കിടിലൻ വ്യൂ ഒക്കെ ആയിട്ട്. ഇവിടെ ഇഷ്ടം പോലെ സ്പോട്ടുകളാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് കറങ്ങി അടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെന്തായാലും ആ പാലമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയ വെള്ളച്ചാട്ടമൊന്നും കുളിക്കാൻ അത്ര സേഫായിട്ടുള്ളതല്ല. അപ്പം കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. 33 വാട്ടർഫോൾ, അതായത് 33 വാട്ടർഫോൾ എന്നാണ് ഇത് പറയുന്നത്. പറയാൻ കാരണം ഇതിൻ്റെ ബ്ലോക്ക് നമ്പറാണ് ഈ സ്ഥലത്തിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുളിച്ച് നനച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണിത്. ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ആളുകൾ വരാറുള്ളതെന്നാണ് ചേട്ടൻ പറയുന്നത്. ലേഡീസും ഒക്കെ വന്ന് ഇവിടെ കുളിക്കാറുണ്ട്. കാരണം ഇത് അത്രയും സേഫായിട്ടുള്ള വാട്ടർഫോൾ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സാധാരണ ആളുകൾ കുളിക്കാറുള്ളത്. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, അത് കാരണം സേഫായിട്ട് ഇത്ര ഏരിയ ഒന്ന് കുളിക്കാൻ പറ്റും. നമ്മുടെ അനസ് മച്ചാൻ്റെ വെള്ളച്ചാട്ടത്തിൽ കളിക്കാൻ പോകുന്നു. അച്ചാൻ്റെ വീഡിയോയുടെ ലിങ്കും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുണ്ടായിരിക്കും, ചുമ്മാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഷെറിൻ മച്ചാനും ഉണ്ട് ഇവിടെ. മച്ചാൻ്റെ വീഡിയോയുടെ ലിങ്കും വെള്ളച്ചാട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ പൊളിക്കുക. നമ്മുടെ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ സംഭവം എന്തായാലും പൊളിച്ചു തകർത്ത് വാരി ഞങ്ങൾ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാണ്. പക്ഷേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തത്. കാരണം നല്ല കിടിലം വീഡിയോസാണ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും
ബൈ.